വടകരയിൽ തോണി മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊളാവിപ്പാലം സ്വദേശി കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. കൊളാവിപ്പാലത്ത് പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു അപകടം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. എങ്ങനെയാണ് തോണി മറിഞ്ഞത് സമീർ? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? വേലിയേറ്റം, വേലിയിറക്കം അങ്ങനെയുള്ള ഒരു സമയത്തോ മറ്റോ ആയിരുന്നോ ഈ അപകടമുണ്ടായത്? മിനിഷ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കൊളാവിപ്പാലം സ്വദേശിയായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ മീൻ പിടിക്കാനായി പോയത്. പിന്നീട് സാധാരണ അദ്ദേഹം തിരിച്ചെത്തുന്ന സമയത്തും കാണാതായതോടെയാണ് വീട്ടുകാർ തിരച്ചിൽ നടത്തിയത്. ആ വേളയിലാണ് ഒരു തോണി ആളില്ലാതെ ഒഴുകി നടക്കുന്നത് കാണുകയും പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ടൽ കാടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ചേർന്നുകൊണ്ട് മൃതദേഹം പുറത്തെടുത്തു. ഈ വേലിയേറ്റമോ വേലിയിറക്കമോ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ അതല്ല ശക്തമായിട്ടുള്ള മഴയോ കാറ്റോ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന ആൾ തന്നെയാണ്, ആ പുഴയെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിന്റെ അന്വേഷണം, അതായത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള ഒരു പ്രാഥമിക വിവരങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു അപകടമാണോ ഉണ്ടായത് എന്നുള്ള ഒരു പ്രാഥമിക സംശയം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസും അതുപോലെ ബന്ധുക്കളും വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വിനീഷ.